ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ നടൻ കൃഷ്ണകുമാറിന്റെ ഇളയ മകളായിട്ടുള്ള ഹൻസിക, ആ ഒരു പെൺകുട്ടിയുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ലീക്ക് ആയിരിക്കുകയാണ്. അതായത് നമ്മുടെ രേണുസുതി ഇൻസ്റ്റഗ്രാമിൽ ചെയ്യുന്ന സംഭവമില്ലേ, പൈസ കൊടുത്തിട്ട്, അതായത് കുറേയധികം ആൾക്കാരുണ്ടല്ലോ, ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കുറെ അലവലാദികളുണ്ട്. ഇതുപോലെയുള്ള കുറെ സെലിബ്രിറ്റീസും അതുപോലെ കുറെ സോഷ്യൽ മീഡിയ താരങ്ങളും ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നടത്തുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടും കുറെ അവളുമാര് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീര പ്രദർശനം, അതായത് സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുക എന്നുള്ളൊരു മാർഗമാണ് കേട്ടോ. അതല്ലാതെ നല്ല രീതിയിൽ നല്ല നല്ല കണ്ടന്റുകൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇടുന്ന നല്ല ആൾക്കാരും ഉണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ കുറെ അധികം സ്ത്രീകള് ഇമാതിരി അപരാധം കാണിച്ചുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തുന്നത്. കാരണം നല്ല വരുമാനമാണ് ആ ഒരു പരിപാടിയിൽ. അപ്പൊ ഈ നടൻ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം പെൺപിള്ളേരാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോ 4 പെൺമക്കളാണ്. അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇതിന്റെ ആവശ്യമുണ്ടോ? ഒരിക്കലും ഇതിന്റെ ആവശ്യമില്ല. കാരണം പണത്തിന് മീതെ കിടന്ന് വളർന്നു വന്ന പെൺകുട്ടികളാണ്. അപ്പൊ ആ ഒരു പെൺകുട്ടിയൊക്കെ ഇതുപോലെ ഇൻസ്റ്റഗ്രാമില് പണത്തിന് വേണ്ടിയിട്ടായിരിക്കണമല്ലോ ഇമാതിരി അപരാധങ്ങളൊക്കെ കാണിക്കുന്നത്. ഏതോ ഒരുത്തൻ ആ ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അതിലെ വീഡിയോ ഇപ്പൊ ലീക്ക് ആക്കിയിട്ടുണ്ട്. അതിനെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത് ഇൻസ്റ്റഗ്രാമിൽ, അതായത് സബ്സ്ക്രിപ്ഷനിൽ നിന്നും ലീക്കായ വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് തോന്നും, ഓ ഇതിൽ അത്ര വലുതായിട്ട് ആ പെണ്ണൊന്നും കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ തോന്നും. എന്തായാലും വളരെ ബോറായിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം ഇത്രയും മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു നടനാണല്ലോ കൃഷ്ണകുമാർ. അയാളുടെ പെൺപിള്ളേർ തന്നെ, അയാളുടെ മക്കള് തന്നെ ഇമാതിരി പരിപാടികളൊക്കെ കാണിക്കുന്നു എന്ന് അറിയുമ്പോൾ പുച്ഛം തോന്നി പോവാണ്. കാരണം അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഫാമിലിയാണ്. അതുപോലെ തന്നെ ഈ പെൺപിള്ളേരെല്ലാം നല്ല മോഡേൺ പെൺകുട്ടികളാണ്. ആയിക്കോട്ടെ, മോഡേൺ ഒക്കെ ആവാം. പക്ഷെ ഇൻസ്റ്റഗ്രാമില് ഇമാതിരി പരിപാടികളൊക്കെ കാണിച്ചിട്ട് വേണോ ഇതിനൊക്കെ പണം ഉണ്ടാക്കാനായിട്ട്? കാരണം രേണുസുതി ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാണ്? പണം ഉണ്ടാക്കാൻ, കുടുംബം നോക്കാൻ, കുട്ടികളെ നോക്കാൻ എന്നൊക്കെയാ പറയുന്നത്. അപ്പോ രേണുസുതിക്കെതിരെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും വന്ന് ചോദിക്കുന്നത്, രേണുവിനെ കുറിച്ച് മാത്രമേ നിങ്ങൾ വിമർശിക്കത്തുള്ളൂ. രേണു ഇൻസ്റ്റഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ എടുത്തപ്പോൾ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതിൽ നിങ്ങൾക്കൊക്കെ പരാതിയാണല്ലോ, മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല, മറ്റതാ മറിച്ചാന്നൊക്കെ പറഞ്ഞ് കുറെ അധികം ആൾക്കാർ കമന്റ് ഇടുന്നു. നമ്മള് രേണുവിനെ മാത്രമല്ല, ഇമാതിരി അപരാധം കാണിക്കുന്ന ഏതവളുമാരാണേലും അവരെ കുറിച്ചൊക്കെ നമ്മൾ പറയും. അത് നടന്റെ മകളാണേലും നടിയുടെ മകളാണേലും ഇമാതിരി അപരാധമാണ് കാണിക്കണമെങ്കിൽ തീർച്ചയായും അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. അവിടെ നമുക്ക് രേണുസുതിയെന്നോ കൃഷ്ണകുമാറിന്റെ മകളെന്നോ അല്ലെ വേറൊരുത്തിയെന്നോ അങ്ങനെയൊന്നുമില്ല. ഇമാതിരി അപരാധം കാണിക്കുന്ന ഏതവളാണെങ്കിലും അവരെ കുറിച്ച് നമ്മൾ വിമർശിക്കുക തന്നെ ചെയ്യും. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇവരുടെ ഫാമിലി ഒന്നും കാണുന്നില്ലേ? കൃഷ്ണകുമാറോ അല്ലെങ്കിൽ അയാളുടെ ഭാര്യയോ, സിന്ധു എന്നാണ് അവരുടെ പേര്. അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വസ്ത്രധാരണവും കാര്യങ്ങളൊക്കെ ഉള്ള, അവരും എന്താ പറയാ, അവർക്ക് വേണമെങ്കിൽ ഇമാതിരിയൊക്കെ കാണിച്ചുകൂടെ? എന്തുകൊണ്ട് അവര് കാണിക്കുന്നില്ല? കാരണം അവർക്ക് അതിൻ്റെതായിട്ടുള്ള അടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ട്. അവരുടെ വസ്ത്രധാരണം ആണെങ്കിൽ പോലും വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ്. പക്ഷെ പെമ്മക്കള് എല്ലാം ഒന്നിനൊന്നും വെച്ചാണ്. പ്രത്യേകിച്ച് ദിയാകൃഷ്ണ, നമുക്കറിയാം ദിയാകൃഷ്ണയുടെ കല്യാണം കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആവുന്നു, അതിന്റെ ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളെല്ലാം വലിയ വിവാദമായതാണ്. ഇവര് പുറം രാജ്യങ്ങളിൽ ടൂറും ട്രിപ്പൊക്കെ പോകുമ്പോൾ ബിക്കിനി ഇട്ടിട്ടൊക്കെയാണ് ഇവർ ബീച്ചിൽ ഇറങ്ങുന്നതും അതും ഇതുമെല്ലാം. അതിനെതിരെയൊക്കെ ഇവർക്കെതിരായിട്ട് ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഇവരെന്ത് വേണേലും കാണിക്കട്ടെ, പക്ഷെ ഇവരിതൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്തിടുമ്പോൾ അത് കാണുന്ന ആൾക്കാർ അതിനെതിരെ പ്രതികരിക്കും. ഇപ്പൊ ഒരു ഫോട്ടോ ആണെങ്കിൽ പോലും നമ്മളിപ്പോ നമ്മുടെ ഫേസ്ബുക്ക് തുറക്കുമ്പോഴത്തേക്കും കാണുന്നത് ഒരുപക്ഷെ ഇമാതിരി അലവലാതി ഇത്തരം കാണിച്ചിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ആണെങ്കിൽ അത് കാണുന്ന ആൾക്കാർ പ്രതികരിക്കും. അങ്ങനെയൊക്കെ ഇതുപോലുള്ള വീഡിയോസോ ഫോട്ടോസോ ഒക്കെ പബ്ലിക് ആയിട്ട് ഇടുമ്പോൾ അത് അതിൽ വരുന്ന നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അംഗീകരിക്കാവുന്നവർ മാത്രമേ അതൊക്കെ ഇടാവുള്ളൂ. അപ്പോ ദിയാകൃഷ്ണ ആണെങ്കിൽ പോലും കുറച്ച് നാള് മുന്നേ വരെ ഇമാതിരിയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയതിനു ശേഷം കുറച്ചൊക്കെ അവർക്ക് മാറ്റമുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ ഈ ഹൻസിക എന്ന് പറയുന്ന ഈ ഒരു കുട്ടിയുടെ ഇമാതിരി വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇവർക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചു പോവാണ്. എന്താ പറയാ, വലിയൊരു നടന്റെ മക്കളാണ്, അതിലുപരി ഭയങ്കര മോഡേൺ ആയിട്ടുള്ള പെൺപിള്ളേരാണ്, ആയിക്കോട്ടെ. പക്ഷെ എന്തിനു വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്തുവാ? ഹോട്ടായിട്ടുള്ള വീഡിയോസ്, ഫോട്ടോസ്, റീൽസ്, സ്റ്റോറീസ് ഒക്കെ ഇടുക. അത് കാണാൻ താല്പര്യമുള്ളവർ പണം കൊടുത്തിട്ട് അവരുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട്
ഇത് കാണുകയാണ് ചെയ്യുന്നത്. ഇതിൽ ആ പെങ്കൊച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ് ഇത്. ഏതോ ഒരുത്തൻ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ആ വീഡിയോ ലീക്ക് ആക്കിയിരിക്കുകയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം ഫുൾ ഈ പെങ്കൊച്ചിന്റെ ഈ വീഡിയോ മാത്രമാണ്. എല്ലാവർക്കും ഉള്ള സംശയമാണ്, എല്ലാവരും രേണുവിനെ മാത്രമാണ് പറയുന്നത്. എല്ലാവരും എന്തുകൊണ്ട് രേണു സബ്സ്ക്രിപ്ഷന്റെ പരിപാടി തുടങ്ങിയതിൽ വിമർശിക്കുന്നു, വേറെ എത്രയോ അവളുമാര് അപരാധം കാണിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങളൊന്നും അവർക്കെതിരെ സംസാരിക്കുന്നില്ല എന്ന്. നമുക്കിവിടെ ഒരു പ്രത്യേകതയില്ല. രേണു ആണെങ്കിലും ഏതവളാണെങ്കിലും നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഞാനൊക്കെ നിഷാനയ്ക്ക് എതിരെ വരെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ എന്റെ പ്രതികരണം കൂടിപ്പോയിട്ട് നിഷാന എന്റെ പേർക്ക് പരാതി വരെ കൊടുക്കാൻ എനിക്ക് വക്കീൽ നോട്ടീസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുള്ള, അങ്ങനെ ചെറിയ രീതിയിലുള്ള ഇഷ്യൂ ഒക്കെ ഈ പറയുന്ന നിഷാനയായിട്ട് ഞാൻ പ്രശ്നം ഉണ്ടായിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ വൾഗാരിറ്റി കാണിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ താരമാണ് നിഷാന. യൂട്യൂബ് മെമ്പർഷിപ്പ് വഴി അപരാധം കാണിച്ചുകൊണ്ടിരിക്കും. യൂട്യൂബിലാണ് അവർ ആദ്യം തുടങ്ങിയത്. ഇപ്പൊ അത് യൂട്യൂബ് മെമ്പർഷിപ്പ് ഉണ്ട്, ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ഫേസ്ബുക്കിലുണ്ട്. എല്ലാത്തിലും ഇവരുടെ ഈ അപരാധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ നമ്മൾ അവർക്കെതിരെ പ്രതികരിച്ചു. പക്ഷെ അവർക്കൊന്നും ഒരു നാണോ മാനോ ഒന്നും തന്നെ ഇല്ല. അവർക്കൊക്കെ പണം മാത്രം മതി. പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്ന് പറയുന്ന പോലെ എന്ത് കാണിക്കാൻ അവർ തയ്യാറാണ്. അവർക്ക് പണം മാത്രം മതി. അവർക്കെതിരെയൊക്കെ നല്ല രീതിയിൽ നമ്മൾ പ്രതികരിച്ചിട്ടുള്ള നിഷാന, നിമിഷ ബിജോ, ഇവർക്കൊക്കെ എതിരെ തുടക്കം തന്നെ നമ്മളൊക്കെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അവർക്കൊക്കെ എന്താ, എത്രയൊക്കെ നെഗറ്റീവ് കേട്ടാലും തെറി കേട്ടാലും ഒരു പ്രശ്നവും ഇല്ല. അവർക്കൊക്കെ പണം മാത്രം മതി. പക്ഷെ ഈ കൃഷ്ണകുമാറിന്റെ ഒക്കെ മക്കൾക്ക് എന്തിന്റെ കേടായിട്ടാണ്? അവർക്ക് പണത്തിന്റെ ഒന്നും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളില്ല. എന്നിട്ടും ഇമാതിരി ഈ സബ്സ്ക്രിപ്ഷനും ഇൻസ്റ്റഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുത്ത് അതിൽ ഇമാതിരി അപരാധങ്ങളൊക്കെ കാണിക്കാൻ നാണമില്ലേ? ഒന്നുമില്ലെങ്കിലും സ്വന്തം കുടുംബത്തെ കുറിച്ചെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ? ഇതിപ്പോ ഇവരുടെ ഈ വീഡിയോ ലീക്കായി എല്ലാവരും ഇതെടുത്ത് വെച്ച് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്, ട്രോളുന്നുണ്ട്. പക്ഷെ ഇതുവരെ അവരുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനിയിപ്പോ എന്താകുമോ, ഇവർക്കെതിരെ വീഡിയോ ചെയ്തതിന്റെ പേരിൽ അവര് പരാതി കൊടുക്കുക എന്നൊന്നും അറിയില്ല. എന്ത് കൊടുത്താലും നമ്മളിവിടെ കണ്ട കാര്യമാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു സംഭവമാണ് നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. പല പെൺകുട്ടികളും വീട്ടിൽ പൈസ ചോദിക്കാറില്ല. കാരണം എന്തെന്നറിയോ? അവർ പൈസ മറ്റു തരത്തിലും ഏൺ ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് പറയട്ടെ, അതായത് ഇവര് ഓൺലൈനിൽ കൂടെ അവരുടെ ശരീര പ്രദർശനം നടത്തിയാണ് പൈസ ഉണ്ടാക്കുന്നത്. ഈ പെൺകുട്ടികൾ മുഖത്ത് കംപ്ലീറ്റ് ഒരു കറുത്ത മാസ്ക് അല്ലെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസും മാസ്കും വെക്കും, അല്ലെങ്കിൽ മുഖം മൊത്തവും കണ്ണ് മാത്രം കാണത്തക്ക രീതിയിൽ ഒരാവരണം ഒന്നിടും. ബാക്കി ശരീരഭാഗം കംപ്ലീറ്റ് ന്യൂഡാണ്. എന്നിട്ട് ഓൺലൈനിൽ വന്നിട്ട് മാസ്റ്റർബേഷൻ നടത്തുക. 10 മിനിറ്റ്സിന് 500 റുപ്പീസ് ഓൺവേർഡ്സ്. പിന്നെ അവരുടെ ആ ബോഡിയുടെ ഫിഗർ എങ്ങനെ ഇരിക്കുമോ, അവർ എത്ര നല്ല രീതിയിലാണോ അത് പ്രസന്റ് ചെയ്യുന്നത്, ഇതിനെയൊക്കെ അനുസരിച്ചാണ് അവരുടെ റേറ്റ് കൂടുന്നത്. അപ്പം ഇതിന്റെ ഒരു കുറച്ചൊരു കാലം അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒന്നും കാണത്തില്ല. പൈസ കൊണ്ട് നമുക്ക് എല്ലാം നേടാൻ കഴിയില്ലല്ലോ. ഒരു 25 വയസ്സ് അല്ലെ 30 വയസ്സാകുമ്പോഴത്തേക്ക് ഷുവർലി ഇവരെല്ലാം എന്നത് മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതം. അതിന്റെ പിന്നിൽ ഒരുപാട് തത്വങ്ങളുണ്ട്. മനുഷ്യനെ മനസ്സിലാക്കുക എന്നുള്ളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു തലമുറയെ തന്നെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലോട്ടാണ് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ ഒരു പോക്ക്. ഒരു ഡോക്ടറിന്റെ വാക്കുകളാണ്. ആ ഒരു ഡോക്ടർ പറഞ്ഞ എത്ര കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അവരുടെ വീട്ടിൽ നിന്നവർക്ക് പൈസ വേണ്ട. നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തിനും നമ്മുടെ വീട്ടുകാർ തരണോ അല്ലെ? നമ്മുടെ കയ്യിൽ അങ്ങനെ പൈസ ഉണ്ടാവത്തുള്ളൂ. നമ്മുടെ വീട്ടുകാർ തന്നാലേ നമ്മുടെ കയ്യിൽ പറയാ, സ്കൂളിൽ പോകുമ്പോൾ വണ്ടിക്കൂലിക്കാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കാനാണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടുകാർ തന്നാൽ മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടം വേറെയാണ്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ കയ്യിലൊക്കെ പൈസയുണ്ട്. ഇതെങ്ങനെ വരുന്നു ഈ പൈസ? അതായത് പെൺകുട്ടികള് സ്വന്തം ശരീരം പ്രദർശിപ്പിക്കുന്നു. അതിപ്പോ ആ ഒരു ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മുഖം കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള പല പെൺകുട്ടികളും മാസ്കുകൾ വെക്കുന്നു, അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മുഖം മറച്ചിട്ട് ശരീരം പ്രദർശിപ്പിച്ചിട്ട് പണം ഉണ്ടാക്കുകയാണ്. കാരണം അവർക്ക് വീട്ടുകാരെ ആശ്രയിക്കേണ്ട കാര്യമില്ല. അവരുടെ കയ്യിൽ എല്ലാത്തിനും പണം അവർ സ്വയം ഉണ്ടാക്കുകയാണ്. ഇപ്പൊ തന്നെയാണെങ്കിൽ പോലും ഇൻസ്റ്റഗ്രാം ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അതിൽ ഓരോ പെൺകുട്ടികളും കൗമാര പ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികളൊക്കെ ഇടുന്ന വസ്ത്രങ്ങൾ, അവർ ചെയ്യുന്ന വീഡിയോസ്, റീൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം ഇത്ര കൊച്ചു പെമ്പിള്ളേരൊക്കെ ഇമാതിരിയൊക്കെ കാണിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഈ കുട്ടികൾക്കൊന്നും ഒരു നാണോ അല്ലെ പേടിയോ ഒന്നും ഇല്ലാതെയാണ് ഓരോന്നും ചെയ്തു കൂട്ടുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം വരണം. ഇപ്പൊ കുറെ പൈസ കൊണ്ടൊന്നും നമുക്ക് എല്ലാം ആവത്തില്ല അല്ലെ? കുറെ പൈസ ഇങ്ങനെ ശരീരം പ്രദർശിപ്പിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് എന്താവാനാണ്? ഇതൊക്കെ നാളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും അല്ല എന്നുള്ള ഒരു ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ
ഇതിനൊക്കെ ഒരു മാറ്റം വരണം. ഒരു പരിധി വരെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു അപകടം തന്നെയാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളെ അത് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇമാതിരി വീഡിയോസ് ഒക്കെ ചെയ്യുന്ന അവളുമാർക്കെതിരെ നമ്മൾ പ്രതികരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഫോണും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇമാതിരി അപരാധങ്ങൾ കാണിച്ചു വരുന്നവളുമാർ, ഏതവളുമാരാണേലും, അത് രേണുസുതി ആണേലും അല്ലെങ്കിൽ ഏത് നടന്റെ മകളാണേലും ഏത് കൊമ്പത്തെ അവളുമാരാണേലും നമ്മൾ ഇവൾക്കെതിരെയൊക്കെ പ്രതികരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇമാതിരി അപരാധങ്ങളൊക്കെ കാണിക്കുന്ന അവളുമാർക്കെതിരെ പ്രതികരിക്കണ്ടേ? ഇതിനൊക്കെ ഒരു അവസാനം വരണ്ടേ? അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും, പോരാടിക്കൊണ്ടേയിരിക്കും.